ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഏതു വിശുദ്ധനും പാപിയായിരിക്കാം എന്നത് പഴങ്കഥ. ഏതു പാപിയും എന്നാൽ വിശുദ്ധനാകാം എന്നത് ചിന്തനീയമാണ്. സാഹചര്യങ്ങൾ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും അപകടകരമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഒരാൾ തെറ്റിലേക്ക് പോകാം. തിരിച്ചു വരുവാനുള്ള സാഹചര്യവും ഈ പ്രകൃതി തന്നെ അവന് നൽകുന്നുണ്ട്. അവിടെ നിന്നും ഒരു യൂട്ടേൺ എടുക്കുവാൻ അവന് സാധിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും നല്ലതും അവസാനത്തേതുമായ അവസരമായിരിക്കും അത് തിരിച്ചറിഞ്ഞ് പറ്റിപ്പോയ അബദ്ധങ്ങളിൽ ചിലത് പാഠങ്ങളായി പഠിക്കുവാൻ കൂടിയാണ് എന്ന് മനസ്സിലാക്കി ആ പാഠവുമായി തിരിഞ്ഞു നോക്കാതെ യാത്ര ചെയ്യണം. മറ്റു പലർക്കു കൂടി അത് സഹായവും പ്രചോദനവുമാകും. അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ പുതിയൊരു അധ്യായം കൂടി എഴുതി തുടങ്ങുന്നതാകാം. ഒരു കള്ളൻ്റെ കഥ ഓർത്തു പോവുകയാണ്. മോഷണം നടത്തുന്നതിന് വേണ്ടി അകത്തേക്ക് ഒളിഞ്ഞു നോക്കിയപ്പോൾ ആ കള്ളൻ കണ്ടത് ഒരു വയോധിക മേശപ്പുറത്ത് നിന്ന് ഇൻഹേലർ എടുക്കുവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഓരോ പ്രാവശ്യവും ശ്രമിക്കുമ്പോൾ അത് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കള്ളൻ രണ്ടും കൽപ്പിച്ച് ജനാലിലൂടെ കൈയിട്ട് അതെടുത്ത് അവർക്ക് കൊടുത്തു. കള്ളനാണെന്ന് മനസ്സിലാക്കിയിട്ടും വയോധിക അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ ആദ്യമായാണ് ഒരു കള്ളനെ കാണുന്നത്. അയാൾ പറഞ്ഞു, നിവൃത്തികേട് കൊണ്ടാണ്. നാളെ അമ്മയുടെ ഓപ്പറേഷനാണ്, പണം വേണം. വയോധിക ഊന്നുവടിയുടെ സഹായത്തോടെ എഴുന്നേറ്റ് അലമാര തുറന്ന് കുറച്ച് സ്വർണമെടുത്ത് കള്ളൻ്റെ കയ്യിൽ കൊടുത്തു. കാലിൽ വീണ കള്ളനെ ചേർത്തു പിടിച്ച് അവർ ചോദിച്ചു, നിനക്ക് എന്നെയും അമ്മയായി കണ്ടുകൂടെ? നീ ഇവിടെ വന്നതുകൊണ്ട് 2 ജീവനുകൾ രക്ഷപ്പെട്ടു, എൻ്റെയും നിൻ്റെ അമ്മയുടെയും. ജന്മം കൊണ്ട് നമ്മൾ ആരും അച്ഛനോ അമ്മയോ മകനോ മകളോ സഹോദരിയോ സഹോദരനോ ഭാര്യയോ ഭർത്താവോ ആയി രൂപാന്തരപ്പെടുന്നില്ല. മറിച്ച് പുണ്യം നിറഞ്ഞ സമ്പർക്കത്തിലൂടെയും നന്മ നിറഞ്ഞ മനസ്സിലൂടെയുമാണ് ഇവരൊക്കെ ആകുന്നത്. ജീവിതമെന്നതൊരു പാഠപുസ്തകമാണ്. അതിൻ്റെ ഓരോ താളുകളും മറിയുമ്പോൾ നന്മയുടെ 1000 പൂക്കൾ വിരിക്കാൻ നമുക്ക് കഴിയണം. സൃഷ്ടാവ് നൽകുന്ന ഓരോ അണുനിമിഷത്തിലെയും അനുഗ്രഹങ്ങളെ ആസ്വദിക്കുവാനും അതിൽ നന്ദിയുള്ളവരാകുവാനും നമുക്ക് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതം സംതൃപ്തമായിരിക്കും.